നല്ല ലക്ഷണമൊത്ത വിഡ്ഢിയായിട്ട് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഒരു ശിശുവിന് പോലും തികഞ്ഞ വിഡ്ഢിയായി മുന്നോട്ട് വളരാനും സ്വന്തം വിഡ്ഢിത്തത്തെ നിലനിർത്തിക്കൊണ്ട് തൻ്റെ ജീവിതം കഴിക്കാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഈ കാലം, ഈ ലോകം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിജിറ്റൽ യുഗം എന്ന് പറയുന്നത് വിവര വിപ്ലവം പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലമാണ്. ഒരു പോങ്ങന് പോലും കഴിയില്ല വിഡ്ഢിയായിട്ടിരിക്കാൻ, പൂർണ്ണ വിഡ്ഢിയായിട്ടിരിക്കാൻ. അതാണ് കാലം. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ നേരമായി ഒരുപാട് തരത്തിലുള്ള തിരുത്തപ്പെടലുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്നെ പാഠം പഠിപ്പിക്കാൻ ഒരുപാട് ആളുകൾ എൻ്റെ നേരെ ചീറി ആർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ എനിക്കൊരു ചെറിയ പിശക് പറ്റി എന്നാണ് അവരുടെ കണ്ടെത്തൽ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനൊരു സംസാരത്തിന് ഇറങ്ങി തിരിക്കണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷെ നിവൃത്തിയില്ല. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുതരം ആശങ്കയുണ്ട്, ഒരു അസ്വസ്ഥത, ഒരു ഞാൻ ഇത്രയും കാലം ഇവിടെ കിടന്നുകൊണ്ട് ഈ പോങ്സ്കൃതത്തിൽ നാവടിച്ചത് അത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദ മലിനീകരണം മാത്രമായി നമ്മുടെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അലയടിച്ചു പോയി, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ശബ്ദ മലിനീകരണം മാത്രമായി അലിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു ചിന്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വല്ലാതെ പൊള്ളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അതിന്റെ വിഷമം കൊണ്ട് ഞാനിങ്ങനെ പോകുന്നതാണ്. ഞാൻ ആ സ്റ്റുഡിയോ വിട്ടിങ്ങോട്ട് പോന്നു. ഈ കാറിനകത്ത് കയറിയിരുന്നു. കാറിന്റെ പുറത്തു നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പാതയുടെ കരയിലാണ് നമ്മളുടെ വീട്. വലിയ ബഹളമാണ്. വാഹനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും വരവും, ആംബുലൻസിന്റെ ശബ്ദവും, അതുപോലെ തന്നെ ഈ പൗരപ്രമുഖരെ നയിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ആരവവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു രക്ഷയില്ലാത്ത നിലയിലായി പോകും സംസാരം. ഇപ്പൊ കാറിനകത്താണെങ്കിൽ കുറച്ചുകൂടി ഒരു ശബ്ദ നിയന്ത്രണം കാറിനുള്ളിലുള്ളത് കൊണ്ട് ഞാനത് ആ ഒരു സൗകര്യം പറ്റിക്കൊണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പച്ച മലയാളത്തിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാറിൽ കയറിയത്. സ്റ്റുഡിയോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ട് പോങ്സ്കൃതം കടന്നു വരും, കൂടുതലായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞതിന് മുമ്പിലത്തെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല. കാരണം അത് രാത്രി 11:15 മണിക്ക്, ഇന്നലെ രാത്രി 11:15 അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് നോട്ടിഫിക്കേഷൻ പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി കിട്ടിയവർ തന്നെ അത് കാണാൻ താല്പര്യം തോന്നില്ലായിരിക്കും. കാരണം അതിന്റെ തംബ്നെയിലും തലക്കെട്ടും ഒക്കെ വളരെ ശോകമായിരുന്നു. അതുകൊണ്ട് അത് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് പോട്ടെ, അതിനെ അതിന്റെ പാട്ടിന് വിടാം. പക്ഷെ അതിന് തലേ ദിവസം ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിന് പറ്റിയ അബദ്ധത്തെ പരാമർശിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പോങ്ങിന് വലിയ പിശക് പറ്റി. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വന്ന പോങ്ങനെ വലിയ തെറ്റുപറ്റി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെയായിരുന്നു നമ്മളുടെ പ്രേക്ഷകരുടെ ഇങ്ങനെയുള്ള പ്രതികരണമാണ് പോങ്ങനെ കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംസാരം നടത്തുന്നത്. അതായത് അതിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അറബിക്കടലിന്റെ തിരയടിയേറ്റ് കിടക്കുന്ന ഈ മുൻ ഹരിത കേരളം സൗദി അറേബ്യയിലെ റാസൽ ഖൈമയിൽ നിന്നും അടർന്നു മാറിയ ഒരു പരിശുദ്ധ ഭൂമിയാണെന്നും അതുകൊണ്ട് ഇന്ത്യക്കാർ ഈ സുഡാപ്പിസ്ഥാൻ വിട്ടുപോകണമെന്നും 86 വയസ്സുകാരനായിട്ടുള്ള സുലൈമാൻ പി ഇളയിടം മണിപ്രവാളത്തിൽ പ്രഭാഷണ ഭീഷണി മുഴക്കുന്നത് കേട്ട് വക്കീൽ സാറും വിരളും. അപ്പോൾ ആ പ്രയോഗത്തിനകത്ത് പോങ്ങൻ പറഞ്ഞതിൻ്റെ സാരസ്യം കിട്ടിയില്ല, അതിനകത്തെ കുത്തു കിട്ടിയില്ല ആർക്കും. അത് പോങ്ങന്റെ വിവരദോഷമായിട്ട് നിങ്ങൾ അളന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ അതല്ല, ഒരുപാട് വിവരക്കേടുകളുള്ള ഒരാളാണ് പോങ്ങൻ. അതൊക്കെ പോങ്ങൻ അംഗീകരിക്കും. പക്ഷെ ഇത് ഒരു അബദ്ധമാണെങ്കിൽ, ഒരു തെറ്റാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന തെറ്റുകൾ തിരുത്താൻ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സാധിക്കും. ആ തെറ്റ് ഒഴിവാക്കാം. ആ ഒരു പ്രയോഗത്തെ വീണ്ടും ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അതുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അതിനെ മറികടക്കാം. പക്ഷെ അത് ബോധപൂർവം പറഞ്ഞു. എൻ്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, അത് ആര് തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും തിരുത്താൻ അത് പ്രകൃതി അത് തെറ്റാണെന്നുള്ള ബോധ്യം എനിക്ക് തരിക കൂടി ചെയ്യണം. അത് സന്മനസ്സുള്ളവർ എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കും. ആ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ് അത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ബോധം പ്രകൃതി എനിക്ക് തരണം. ഇതെല്ലാം കൂടി ഒത്തുവരികയാണെന്നുണ്ടെങ്കിൽ തെറ്റ് തിരുത്താൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന അവരോടൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ബഹുമാനം, വളരെ അങ്ങേയറ്റം ആദരവ് ഉള്ള ഒരു ഗുരുഭാവത്തോടു കൂടി തന്നെ അവരെ സമീപിക്കുന്ന ഒരാളുമാണ് പോകാൻ. പക്ഷേ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ എൻ്റെ ഒരു സരസബുദ്ധി, അതിനകത്തെ ആ പ്രയോഗത്തിന്റെ കുത്ത്, ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ സങ്കടമായി പോയി. കാരണം ഞാൻ ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ കിടന്ന് നാവടിച്ചത് വെറും ശബ്ദമലിനീകരണം മാത്രമായി അന്തരീക്ഷത്തിൽ ലയിച്ചു പോവുകയായിരുന്നു ഉണ്ടായതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നതെന്നായി പോകും. എനിക്ക് ഭയങ്കര സങ്കടമായി പോകും. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളോട് അറിവിന്റെ അഗ്നി തുപ്പുന്ന വൈജ്ഞാനിക വ്യാളിയാണ് ഈ പോങ്ങനെന്ന്.
എനിക്ക് ഒരുപാട് അറിവുകേടുകളുണ്ട്. പക്ഷെ ആ അറിവുകേടുകൾ നമ്മളെ അലട്ടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് ഏതറിവും നമുക്ക് ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. നാക്കിൽ നാണമില്ലായ്മയുടെ അംശമുണ്ടെങ്കിൽ, ലോകമേ പുച്ഛം എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടെങ്കിൽ, ഇന്ന് ആർക്കും സുകുമാർ അഴീക്കോടാവാം, അതല്ലെങ്കിൽ ഒരു പി ഗോവിന്ദപിള്ളയാവാം. അതാണ് കാലം. അങ്ങനെയുള്ള ആളുകൾക്ക് ആളാകാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ ഡിജിറ്റൽ കാലം എന്ന് പറയുന്നത്. ഏത് വിവരവും കിട്ടും. ഗൂഗിളിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും നാവിലൊട്ടിച്ചാൽ മതി. പിന്നെ നാണമില്ലായ്മയും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിടന്ന് കുരയ്ക്കാം. എന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും ഒരറിവും കിട്ടാൻ പോകുന്നില്ല. ഒരറിവും നിങ്ങൾക്കുണ്ടാക്കി തരാനല്ല ഞാൻ ഇവിടെ ഇരുന്ന് വാചകടിക്കുന്നത്. അതിനകത്തൊരു വൈകാരികതയുണ്ട്. ഓരോ വിഷയത്തെയും ഞാൻ വൈകാരികമായിട്ടാണ് സമീപിക്കുന്നത്. അങ്ങനെ വൈകാരികമായി സമീപിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പലരെയും തിരിച്ചറിയാൻ കഴിയുന്നത്. ഞാൻ ആ ലോറി ഉടമ മനാപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഗജ ഫ്രോഡാണെന്ന് പറയാൻ കാരണം, നിങ്ങൾക്കത് അദ്ദേഹത്തെ അംഗീകരിക്കാനും ആദരിക്കാനും കഴിയുന്നത് നിങ്ങൾ പ്രബുദ്ധരായതുകൊണ്ടാണ്. ഒരു പോങ്ങ ബുദ്ധിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതെന്തുകൊണ്ടാണത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായകൾ അല്ലെങ്കിൽ മറ്റ് നാൽക്കാലികൾക്കൊക്കെ തീർച്ചയായിട്ടും അറിയാൻ കഴിയും. അത് അവർക്ക് പഠിപ്പും വിവരവും ഉള്ളത് കൊണ്ടല്ല, പ്രകൃതിയോട് അത്രയും ഇണങ്ങി ജീവിക്കുന്നത് കൊണ്ടാണ് അവർക്കത് മനസ്സിലാകുന്നത്. പോങ്ങനും അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു നായ്ക്ക് തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശരീരഭാഷയും സംസാര ഭാഷയും ഒക്കെയുള്ള ഒരു മൃഗമാണ് പോങ്ങൻ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കള്ളന്മാരെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള പോഴന്മാരെയും അങ്ങനെയുള്ള അപകടകാരികളായിട്ടുള്ള സമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ആളാവുകയും അർത്ഥം സമ്പാദിക്കുകയും ആദരവ് ബലാത്കാരമായി പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ നിരന്തരം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഡിജിറ്റൽ യുഗത്തിൽ ഒരു ചെറിയ വ്യക്തിക്ക് പോലും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും സമൂഹത്തിൽ നിന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. ഒരു മോശം മനുഷ്യനെ പോലും നമ്മൾ വളർത്തിവിടരുത്. അത്ര സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ കൊണ്ടു നടക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ മനാപ്പന്മാരെ വളരെ വേഗം തിരിച്ചറിയാൻ പറ്റും. ഈ ബുദ്ധി വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധി തന്നെയാണ് ആ പ്രയോഗത്തിൽ സംഭവിച്ചത്. 2054 86-കാരനായിട്ടുള്ള സുലൈമാൻ പി ഇളയിടം എന്ന് പറയുന്ന വ്യക്തി, അക്കാലത്ത് അദ്ദേഹം നമ്മുടെ ഗ്രീനളത്തിലെ പീസ് ലാൻഡിലെ ഒരു ആസ്ഥാന തത്വചിന്തകനോ ആസ്ഥാന നവോത്ഥാന നായകനോ അങ്ങനെ ആസ്ഥാന കൊണാണ്ടറായിട്ടുള്ള ഒരാളായിട്ട് നിൽക്കും എന്ന് പോങ്ങൻ പറയുമ്പോൾ, ആ മനുഷ്യൻ പറയുന്ന കാര്യങ്ങളിലെ വിഡ്ഢിത്തം, ആ ഒരു കഥാപാത്രത്തിലെ വിഡ്ഢിത്തം, അയാൾ പറയുന്ന വിഡ്ഢിത്തമായിട്ടാണ് സൗദി അറേബ്യയിലെ റാസ് അൽ ഖൈമയിൽ നിന്ന് അടർന്നു പോയതാണ് എന്ന് പറയുന്നത് അയാൾ പറയുന്ന വിഡ്ഢിത്തമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ തന്നെ ആ കഥാപാത്രത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ആരാണെന്ന് നിങ്ങൾ മനസ്സിലായല്ലോ. ആ വ്യക്തി രാമായണത്തെ വെറുതെ വിടുന്നുണ്ടോ? ഭാഗവതത്തെ വ്യാഖ്യാനിച്ച് ആ ഭാഗവതത്തിന് പുതിയ മാനങ്ങൾ ചമച്ചു കൊടുക്കുന്നില്ലേ? എന്തെല്ലാം തരത്തിലാണ് നമ്മുടെ വേദങ്ങളാവട്ടെ, ഉപനിഷത്തുകളാവട്ടെ, പുരാണങ്ങളാവട്ടെ, അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. അങ്ങ് തട്ടുകല്ലേ ചെയ്യുന്നേ. പകുതിയും പതിരാണ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സൗദി അറേബ്യയിലെ റാസ് അൽ ഖൈമയിൽ എന്ന് ഞാൻ പറഞ്ഞത് അയാളാണ് പറഞ്ഞത്, ഈ പോങ്ങനല്ല പറഞ്ഞത്. അങ്ങനെ അയാൾ പറയുമെന്ന് എന്ന് പറയും. 2054 86 വയസ്സുള്ള സുലൈമാൻ പി ഇളയിടം പറയുമെന്നാണ് പറഞ്ഞത്. അത് സുലൈമാൻ പി ഇളയിടത്തിന്റെ വിവരദോഷമാണ്, അത് പോങ്ങന്റെ വിവരദോഷമല്ല. പോങ്ങനെ അല്ല അത് തിരുത്തേണ്ടത്, അത് സുലൈമാൻ പി ഇളയിടത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അയാൾ പറയുന്ന തെറ്റുകൾ അയാൾക്ക് തിരുത്തി കൊടുക്കണം. അതിന് ആദ്യം വേണ്ടത് അയാൾ തെറ്റാണ് പറയുന്നത് മനസ്സിലാക്കാനുള്ള ബോധമാണ്. ഞാൻ ഇങ്ങനെ കുത്തും കോളും വെച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊരു നായയുടെ കൊര പോലെയെങ്കിലും നിങ്ങൾ കേൾക്കണം. പോങ്സ്കൃതത്തിൽ അകത്ത് സ്റ്റുഡിയോയിൽ പറഞ്ഞല്ലോ, പോങ്സ്കൃതത്തിൽ കുരച്ചു പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് പച്ച മലയാളത്തിൽ കുരയ്ക്കുന്നത്. അപ്പോഴെങ്കിലും തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും ആ നിലയിൽ ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് എന്തെങ്കിലും തരത്തിൽ അബദ്ധം പറ്റിയെന്ന് ഓർത്തുകൊണ്ട് പേടിയുള്ള ഒരാളൊന്നുമല്ല. നിങ്ങളെല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്ന് എന്നെ തിരുത്താൻ വന്നതുകൊണ്ടും അല്ല ഞാനിപ്പോൾ ഇത് പറയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ തെറ്റുകളും എനിക്ക് പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു തരാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു സംഗതിക്കകത്ത് നിന്ന് അതിൻ്റെ സാരസ്യം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാവടിച്ചതൊക്കെ എന്ന് പറഞ്ഞ വെറും ശബ്ദ മലിനീകരണം മാത്രമായിട്ട് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ടി വരുമ്പോൾ സത്യം ആത്മവിശ്വാസം പോകുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്.
അതാണ് സംഭവിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പറയുന്നു, അയാൾ എന്തോ ഊളത്തരം പറയുന്നു എന്നൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ സങ്കടകരമാണ് അവസ്ഥ. ഞാനിതുപോലെ പറഞ്ഞ പല കാര്യങ്ങളെയും വലിയ നിലയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എനിക്കതിലൊക്കെ മനപ്രയാസമുണ്ട് നന്നായിട്ട്. ഞാൻ പറഞ്ഞാൽ കാര്യമില്ല. ഈ നവമാധ്യമ കാലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ എന്നാ ശരി, ഇപ്പോൾ കോള് വന്ന സ്ഥിതിക്ക് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അപ്പം ഞാനിത് പറഞ്ഞത് ഇതെൻ്റെ വിവരദോഷമല്ല കേട്ടോ, എൻ്റെ വിവരദോഷമല്ല എന്നാണ് പറഞ്ഞത്. ശരി, ഇപ്പോൾ കാണാം. ആ തിരക്കാണോന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഞാനൊരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ?